പണ്ട് ഒരു വലിയ ധനികൻ ഒരു സന്ധ്യാസമയത്ത് രാമായണം വായിച്ചിരിക്കുകയായിരുന്നു. സീതാ സ്വയംവരത്തിന്റെ ഭാഗം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു. സീതയെപ്പോലെ എൻ്റെ മകളുടെയും ജീവിതത്തിലേക്ക് ധീരതയും യോഗ്യതയുമുള്ള ഒരാളെ വരണം. അങ്ങനെ ഒരു പരീക്ഷ ധനികൻ നിശ്ചയിച്ചു. അത് വില്ലുകുലുക്കുന്ന പരീക്ഷയല്ല, മന്ത്രവാദികളുടെ കളിയുമല്ല, ക്രൂരജീവികൾ നിറഞ്ഞ ഒരു കുളം. ചീങ്കണ്ണികൾ, പാമ്പുകൾ, വിഷമുള്ള ജീവികൾ. ആ കുളം നീന്തി കടന്നാൽ മാത്രമേ ആളെ യോഗ്യനായി കണക്കാക്കൂ. വിവരം പെട്ടെന്ന് പരന്നു. കുളത്തിനു ചുറ്റും ജനക്കൂട്ടം കൂടി. ധൈര്യമുള്ളവരെന്ന് കരുതിയവർ പോലെയവർ പോലും കുളത്തിന്റെ വെള്ളത്തിലേക്ക് നോക്കി പിന്നോട്ടു മാറി. ആരും ചാടിയില്ല. എല്ലാവരും സ്വയം ചോദിച്ചു, ജീവിതം വേണ്ടേ? അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു യുവാവ് ഒരു നിമിഷം പോലും ആലോചിക്കാതെ കുളത്തിലേക്ക് ചാടിയത്. വെള്ളം തുളച്ചുകയറി. പാമ്പുകൾക്കിടയിലൂടെ ചീങ്കണ്ണികളെ മറികടന്ന് അവൻ നീന്തി. വെറും നിമിഷങ്ങൾക്കകം മറുകരയിൽ ജനങ്ങൾ അമ്പരന്നു, ആർത്തുവിളിച്ചു, അഭിനന്ദിച്ചു. ധനികൻ കൊട്ടുംകുരവയുമായി മരുമകനെ സ്വീകരിക്കാൻ ഓടിയെത്തി. എന്നാൽ ആ യുവാവ് അഭിനന്ദനത്തിലേക്കും ആഘോഷത്തിലേക്കും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ കണ്ണുകളിൽ ഒരു ചോദ്യം മാത്രം. അവൻ പറഞ്ഞു, ആരാ എന്നെ കുളത്തിലേക്ക് തള്ളിയിട്ടത്? ഒരു നിമിഷം നിശബ്ദത. അവിടെയാണ് കഥ നമ്മെ തൊടുന്നത്. നാം പലപ്പോഴും കാണുന്നത് ഇത്തരക്കാരെയാണ്. ആധ്യാത്മികതയിലേക്ക് സ്വയം എത്തിച്ചേർന്നവരല്ല, ആരോ തള്ളിയിട്ടവർ. ഭയം കൊണ്ടോ, ദുഃഖം കൊണ്ടോ, നഷ്ടം കൊണ്ടോ അവർ നീന്തും. പക്ഷേ അതവരുടെ യാത്രയാകില്ല. ആധ്യാത്മിക ജീവിതം ഒരു എടുത്തുചാട്ടമല്ല, ആരോ തള്ളിയിടുന്ന ഒരു അപകടവുമല്ല. അത് ഒരു ഉള്ളിലുണ്ടാകുന്ന വിളിയാണ്, ഒരു പതുകതുക നടന്ന എത്തിച്ചേരലാണ്, സ്വയം തിരഞ്ഞെടുത്ത ഒരു യാത്രയാണ്. അത് വളരെ കഠിനവും നല്ല മനഃശക്തിയും വേണം. അവിടെ മാത്രമാണ് പൂർണ്ണത ഉണ്ടാകുന്നത്.